നമ്മൾ തന്നെ അടുത്ത് പഠിക്കുന്നത് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അതായത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന ഹൈഡ്രോ കാർബണിന്റെ നെയിമിങ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ഇതിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇ എൻ ഇന്നും ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ വൈ എൻ ഇന്നും പറയുന്ന റൂട്ടിംഗ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ചെയ്തത് സിംഗിൾ ബോണ്ടിന്റെ ആയിരുന്നു. അവിടെ എല്ലാം ഞങ്ങൾ കണ്ടായിരിക്കും എ എൻ ഇ എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുത്തത്. എ എൻ ഇയുടെ പകരം നമ്മൾ ഈ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുമ്പോൾ ഇ എൻ ഇന്നും വൈ എൻ ഇന്നും നമ്മൾ പേര് നെയിമിങ് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് സിമ്പിൾ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഞാൻ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റിൽ നിന്നും റൈറ്റ് ടു ലെഫ്റ്റിൽ നിന്നും നമ്പറിങ് ചെയ്യുന്നു. ഈ ഒരു നമ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും 2 എന്ന് പറയുന്ന പൊസിഷനിൽ നിൽക്കുന്ന കാർബണിലാണ് ഈ ഒരു ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, കാരണം എന്തുകൊണ്ട് ഞാൻ 2 എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേൽ കൊടുത്തേക്കുന്ന നമ്പറിങ് സിസ്റ്റത്തിൽ 3യിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ പറയുന്ന 3നേക്കാളും ചെറുത് 2 ആയതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന 2 എന്ന് പറയുന്ന പൊസിഷനെ സെലക്ട് ചെയ്യും. സോ ഈ ഒരു നമ്പറിംഗ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനി എന്താ നോക്കണ്ടേ, എൻ്റെ ഈ ഒരു മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യണം. ഇതിൽ 5 കാർബൺ ആണ്. സോ 5ന്റെ വേറെ റൂട്ടായിട്ടുള്ള പെൻറ്റിനെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നു. കുറച്ച് മുന്നത്തെ പോലെ ഹൈഫൻ കൊടുക്കുന്നു. എത്രാമത്തെ പൊസിഷൻ ആണെന്നുള്ളത് ഞാൻ ഇനി അടുത്ത കൊടുക്കാൻ പോകുന്നത്. സോ എൻ്റെ പൊസിഷൻ 2 ആണ്. സോ 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. വീണ്ടും ഹൈഫൻ കൊടുക്കുന്നു. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഞാൻ ഇ എൻ ഇ എന്ന് പറയുന്ന വേർഡ് റൂട്ടറും കൂടെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം എൻ്റെ ഐ പി സി നെയിം ഏതാണെന്ന് ചോദിച്ചാൽ പെൻറ്റ് 2 ഈൻ എന്നാണ് ഈ പറയുന്ന ഈ ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ ഐ പി സി നെയിം ഏതാണെന്ന് ചോദിച്ചാൽ പെൻറ്റ് 2 ഈൻ ആണ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ ട്രിപ്പിൾ ബോണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ലെഫ്റ്റ് ടു റൈറ്റിൽ നിന്നും റൈറ്റ് ടു ലെഫ്റ്റിൽ നിന്നും നമ്പറിങ് ചെയ്യുന്നു. ഇനി ഏത് പൊസിഷനിലാണെന്നുള്ള കാര്യമാണ് ഞാൻ നോക്കാൻ പോകുന്നത്. എൻ്റെ നമ്പറിൽ നിന്ന് എനിക്ക് മനസ്സിലാവും 3 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഏറ്റവും മിനിമം നമ്പറിംഗിൽ ഉള്ള കാർബൺ പൊസിഷൻ കിട്ടിയേക്കുന്നത്. ഏത്, നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ ഞാൻ ഈ ഒരു പൊസിഷനിലാണ് സെലക്ട് ചെയ്തത്. 3 ആണ് അതിൻ്റെ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ. അടുത്ത ഞാൻ എന്താ നോക്കാൻ പോകുന്നത്, എൻ്റെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്നുള്ള എണ്ണമാണ് ഞാൻ നോക്കുന്നത്. 7 ആയതുകൊണ്ട് തന്നെ 7ന്റെ വേർ റൂട്ടായിട്ടുള്ള ഹെപ്റ്റിനെ ഞാൻ ഫസ്റ്റ് ഇടുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യുക, കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഒരു ഹൈഫൻ ഇടുന്നു. ഈ ട്രിപ്പിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന പൊസിഷൻ ആയിട്ടുള്ള 3നെ ഞാൻ കൊടുക്കുന്നു. വീണ്ടും ഒരു ഹൈഫൻ കൊടുക്കുന്നു. ഇനി എൻ്റെ ട്രിപ്പിൾ ബോണ്ടാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കൊടുക്കാൻ പോകുന്നത്, വൈ എൻ ഇ എന്ന് പറഞ്ഞ വേർഡ് റൂട്ട് കൊടുക്കുന്നു. സോ ഈ ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ ഐ പി സി നെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെപ്റ്റ് 3 ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നു കഴിഞ്ഞാൽ അതിന്റെ ഐ പി സി നെയിം എഴുതാൻ പഠിച്ചെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉള്ള ഒരു കമന്റ് സെക്ഷനിൽ കൊടുക്കുക. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നെയിമിങ് ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം.